നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കും. രാജിവെച്ചു എന്ന് പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചിട്ട് വിഷു അത് പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് ഒരുപാട് വീഡിയോസ് ഉണ്ട്. എന്ത് പ്രൂവ് ചെയ്യാൻ? നമ്മുടെ ജനറൽ ബോഡി വീഡിയോസ് എങ്ങനത്തെ വാക്കുകൾ പറഞ്ഞൂന്ന്. ഒരു സ്ത്രീ തനിച്ചൊരു സ്റ്റേജിൽ 6-7 മണിക്കൂർ ഈ മറ്റേ നമ്മളെ അശ്ലീല വാക്കുകള് ബാബുരാജ്, ഇടവേള ബാബുവും സിദ്ദിഖയും മറ്റേ സുരേഷ് കൃഷ്ണയും മറ്റേ സാദിക്ക, പിന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പാ ഹാജ, പിന്നെ മജീദ് ക, പിന്നെ ആരാണ് മാല പാർവതി, മായ വിശ്വനാഥ്, എല്ലാരും പറയണ കാര്യങ്ങളെല്ലാം അത്ര ക്ലിയർ ആയ ഓഡിയോസും വീഡിയോസും ഉണ്ട് എന്റെ അടുത്ത്. മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പ് തന്നെ ബാബുരാജേട്ടൻ തുടങ്ങി. മീറ്റിംഗ് തുടങ്ങണേന്റെ മുമ്പേ അതൊക്കെ ഒന്നുമില്ല. ഇത് ആവശ്യം നമുക്ക് ഇതിനൊന്നും നമ്മള് ജനറൽ ബോഡി അംഗീകരിക്കൂല. ആദ്യം തന്നെ തുടങ്ങി. പിന്നെ ബാബുരാജേട്ടന്റെ ഓരോ വാക്കുകള്, സിദ്ദിഖാന്റെ ഓരോരോ വാക്കുകള് സ്ത്രീകൾക്ക് ഒച്ചുണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാപനമായി മാറിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും ദിവസമായിട്ട് മിണ്ടായിരിക്കുന്നത് പിഷു ഓൺലി ആൻഡ് ഓൺലി ഫോർ അമ്മ അസോസിയേഷൻ. ഈ പറയുന്ന കാര്യം ഇവര് സോഷ്യലി ഡൈവേർട്ട് ചെയ്ത് സ്ത്രീകൾക്ക് ഇനി മിണ്ടാൻ പറ്റുമെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്നത് സ്ത്രീകളായി പോയി. നമ്മുടെ വിധി ആലോചിക്കണം. നീന കുറുപ്പ്, ലക്ഷ്മിപ്രിയ, അൻസിബ, മറ്റേ മൂക്കുത്തിയിട്ട് പൊക്കമുള്ള പെണ്ണ്, ഇവര് തുടങ്ങി. പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താ? സ്ത്രീ വന്നപ്പോൾ എല്ലാം പോയി എന്നുള്ളതായില്ലേ? ഞങ്ങൾ അഡ്വൊക്കേറ്റ് പഴയ കമ്മിറ്റിക്ക് തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ജനറൽ ബോഡിക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അമ്മയുടെ ബൈലോ പ്രകാരം ജനറൽ ബോഡിക്ക് അഡ്ഹോക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രീവിയസ് അഡ്ഹോക്ക് അവര് 8-10 മാസം അവര് അതേ കമ്മിറ്റിയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ആണുങ്ങള് മറ്റേ ലാലേട്ടൻ ഉണ്ടായിരുന്ന കമ്മിറ്റി അഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ, സ്ത്രീകൾ അഡ്ഹോക്ക് ആയപ്പോ റൂള് വേറെ. അപ്പൊ നിങ്ങൾ പറയൂ, ഒരു കമ്മിറ്റിക്ക് ഒരു റൂള്, വേറെ കമ്മിറ്റിക്ക് വേറെ റൂളാണോ? സഞ്ജീവനി തുടങ്ങാനുള്ള അധികാരം അഡ്വോക്ക് കമ്മിറ്റിക്കില്ല. തുടങ്ങിയോ? നടത്താനുള്ള അധികാരം ഉണ്ട്, തുടങ്ങി. അപ്പൊ അത് തെറ്റാണോ? ആണ്. കൊല്ലം തുളസി അങ്കിൾ നമുക്ക് വേണ്ടി പറഞ്ഞപ്പോ അങ്കിളുടെ കയ്യിൽ നിന്ന് മൈക്ക് എന്തിനാണ് സിദ്ദിഖ വലിച്ചത്? അനൂപ് ചന്ദ്രൻ എന്തിനാ അടിക്കാൻ പോയത്? എന്തിനാണ് മല്ലിക സുകുമാരൻ ആന്റിന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വലിച്ചത്? അഡ്വോക്ക് കമ്മിറ്റി ഇപ്പൊ കൂടുന്നിടത്ത് നിങ്ങൾക്ക് ഈ ഒരു ഇത്ര മാസത്തെ കൃത്യമായ ഒരു കണക്ക് നമ്മുടെ മുന്നിട്ട് തന്നിട്ട് ഇതിനകത്ത് എന്താ കുഴപ്പമെന്ന് പറ. നമ്മൾ നോക്കുമ്പോ അതിനകത്ത് ഒരു കുഴപ്പമില്ല. ജനങ്ങളെയും നമ്മുടെ അംഗങ്ങളെയും നിങ്ങളോടും ഇതിനകത്ത് ഒരു കുഴപ്പമില്ല. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കണക്കിലില്ല എന്ന് പറയേണ്ടുന്നത് നമ്മളല്ലേ? നമുക്ക് ഈ സിഎക്കാരന്റെ അടുത്ത് നിങ്ങൾ വേണ്ട ഇൻപുട്സ് കൊടുത്തിട്ട് നിങ്ങളുടെ ഭരണകാലത്ത് ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല, ഇതിന്റെ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ വരാൻ നോക്കിയ 4 പോകും. അതായത് ഇത് നിങ്ങൾ പോയതല്ലേ, നിങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞതല്ലേ, നിങ്ങൾ അന്ന് നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോ ചെയ്തില്ലല്ലോ, നിങ്ങൾ പിന്നെ എന്താണ് നിങ്ങളും പറഞ്ഞിട്ട് ഇത് ആവശ്യമില്ലാത്ത സാധനമാവും. നിങ്ങളൊന്നും 10 പൈസ കട്ടിട്ടില്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ട് അത് നിസ്സാരമല്ലേ, ആ കണക്ക് ശരിയാവുമല്ലോ. അത് ഞാൻ പറഞ്ഞാൽ പോലെ നാട്ടുകാരോട് ഞാൻ അന്ന് പറയുന്ന ദിവസം നിങ്ങൾക്കും കൂടെ വരണമെങ്കിൽ നിങ്ങളും വരൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ എന്തെങ്കിലും പത്രസമ്മേളനം, ഞങ്ങൾ ഇത്ര ദിവസമായിട്ട് ഒരു പത്രസമ്മേളനം പോലും വിളിക്കാത്തത് എന്താണ്? നിങ്ങൾ ഇതേ പറഞ്ഞ കാരണം കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വരാം. ആരും തമ്മിൽ ഒരു ശത്രുതയും നമുക്കില്ല. നമുക്ക് നന്നായിട്ട് പോകണമെന്നേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ രാജിവെച്ച് പേപ്പർ കൊടുത്തില്ലെങ്കിലും പൊതുമാധ്യമങ്ങളോട് ഉൾപ്പെടെ രാജിവെച്ച് പോയ ഒരാള് തിരിച്ചു വന്നിട്ട് നിങ്ങൾ കണക്ക് കൊടുത്തില്ല എന്ന വിഷയത്തിന്മേൽ രാജിവെച്ചു എന്ന് പറയുമ്പോ ആ കണക്ക് ഞങ്ങൾക്ക് തന്നെ നോക്കണം, ഞങ്ങൾ തന്നെ ശരിയാക്കണം എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്താൽ നാട്ടുകാർ സമ്മതിക്കില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദിലീപിനെ കോടതി വെറുതെ വിട്ടു, എന്നിട്ട് നാട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ? നാട്ടുകാർ, അതാണ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് വന്ന് നിങ്ങളിത് ശരിയാക്കി കഴിഞ്ഞാൽ അതാ അവര് തന്നെ എല്ലാം കള്ളക്കണക്ക് ഉണ്ടാക്കി ശരിയാക്കി എന്നുള്ള പേര് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങൾ ശരിക്കും സ്ട്രാറ്റജിക്കലി നിങ്ങൾ അകത്ത് വന്ന് കണക്ക് ശരിയാക്കാന്ന് പറയുന്നത് വലിയ ബുദ്ധിയല്ല എന്നുള്ള പക്ഷമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇതിനകത്ത് നിന്ന് കണക്ക് ശരിയാക്കുക. അവർക്കാണോ പാട്? അവര് വന്ന് അവരുടെ സിഎക്കാരന് കള്ളവില്ലുണ്ടാക്കിയത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റു 4 പേര് നോക്കിയിട്ടൊന്നും ഇല്ല എന്ന് പറയുന്നതല്ലേ അതിനേക്കാളും പവർഫുൾ എന്നാ ഞാൻ ചോദിക്കുന്നത്.
അല്ലാതെ നിങ്ങൾ വന്ന് ചെയ്താൽ നമ്മുടെ കമ്മിറ്റിക്കാർ പോലും സമ്മതിക്കില്ല. ഇവരത് ചെയ്തു, ഇവര് തന്നെ കള്ളക്കണക്കുണ്ടാക്കി ഈ കണക്കൊക്കെ തട്ടിച്ചു എന്ന് വളരെ എളുപ്പത്തിൽ പറഞ്ഞുകൂടെ? ഇതിനകത്തൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെന്ന് ഉറപ്പല്ലേ? 2 million times. സാർ പിന്നെ നമുക്ക് എന്താ, നമ്മളവിടെ ഇരിക്കുള്ളൂ, നമുക്കത് ബിക്കോസ് ഈ സൈൻ ചെയ്ത ഞാൻ പറയട്ടെ, ഈ ജനറൽ ബോഡിയിൽ മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തത്. ഓക്കെ, അത് മിനിറ്റ്സിൽ. പക്ഷെ ഞാൻ മിനിറ്റ്സിലൊന്നും സൈൻ ചെയ്തിട്ടില്ല പിഷു. ഞാൻ മിനിറ്റ്സ് വായിച്ചു കേട്ടാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യുള്ളൂ. എനിക്ക് കുക്കുവിന്റെ മിനിറ്റ്സിന് വിശ്വാസമില്ല. ഇല്ല, അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണ്ടേ? ഓക്കെ, ഞാൻ അല്ല പിഷു, ബിക്കോസ് ഞാൻ ഉന്നയിച്ച ഒരുപാട് കാര്യം ഫസ്റ്റ് മീറ്റിംഗിൽ അൻസിബ പറഞ്ഞ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാം കമ്മിറ്റി എല്ലാരും വരാൻ റെഡിയാണ്. ഫുൾ കമ്മിറ്റി ഇൻക്ലൂഡിങ് ജയേട്ടൻ എല്ലാരും. ബിക്കോസ് നമ്മളെ ക്രൂശിച്ച ഒരു രീതി ഈ 9-10 ആൾക്കാരുണ്ടല്ലോ, അത് വേറെ. ബിക്കോസ് ഞാൻ എന്തായാലും ഈ ഇപ്പൊ പിഷു പറഞ്ഞ കാര്യം എന്തായാലും ഞാൻ എന്റെ കമ്മിറ്റി മെമ്പേഴ്സിനോട് പറയും. ഓക്കെ, ബിക്കോസ് എനിക്ക് ഇത് അല്ല, ഇപ്പൊ ഈ കണക്കിന്റെ കാര്യം തന്നെ. നിങ്ങൾ എന്താ അല്ലല്ല, ബാക്കിയൊന്നും പറയില്ല ഞാൻ. എനിക്ക് അത്ര അത് പറയും. ഇതാണ് പിഷു പറഞ്ഞത്. നാളെ എന്തായാലും നമ്മളെന്താണെന്ന് പ്ലാൻ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങൾ തന്നെ വന്ന് കണക്ക് ശരിയാക്കി എല്ലാം പറഞ്ഞു കഴിയുമ്പോ നാട്ടുകാർ ഒറ്റ വരിയിട്ട് ഇത് മുഴുവൻ കള്ളക്കണക്കാന്ന് പറയും. പുറത്തുനിന്നൊരു ഏജൻസി അല്ല. പക്ഷേ പിഷു ഞാൻ ഇപ്പോഴും അമ്മ അസോസിയേഷനിൽ ഒരു മെയിൽ അയക്കാൻ പോവാണ്. ഫോറൻസിക് ഇന്റേണൽ ഓഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും പിഷു എന്താ പറയാ കള്ളത്രം മനസ്സിലാവില്ല.